സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ദോശയാണ്. ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാം കുതിർക്കാനായിട്ട്. നമ്മൾ ആ ഗ്ലാസ്സിലോട്ട് തന്നെ 3/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. പച്ചരി ഉഴുന്ന് നമ്മൾ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്നെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഉഴുന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആട്ടിയെടുക്കാം. നമുക്കിത് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടി 8 മണിക്കൂർ അടച്ചു വെച്ചിരിക്കാം. വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള വലുതാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് വളരെ കുറച്ച് തന്നെ ഉപയോഗിക്കുക. നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, മസാല എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുക്കണം. മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. വേറൊരു പാത്രം നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ദോശമാവിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കാം. നമുക്ക് ദോശക്കല്ലിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ വലിപ്പത്തിനനുസരിച്ച് ദോശമാവ് പരത്തി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. നമുക്ക് ഈ ദോശയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ദോശ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല. മാറ്റി കൊടുക്കാം.
നമുക്ക് ഈ ദോശയിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദോശ ഇവിടെ തയ്യാറായി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് തൂക്കി കൊടുക്കുക. അടച്ച് വെച്ച് എഴുതി കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു ചിക്കൻ ദോശ നിങ്ങളും തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ.